മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ അണിനിരക്കാൻ കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പുതിയ ഭരണസമിതിയുടെ പ്രഥമ പഞ്ചായത്ത് കമ്മിറ്റിയിൽ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ അണിനിരക്കാൻ തീരുമാനമെടുത്തതായി പഞ്ചായത്ത് ഭരണസമിതി അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇത് സംബന്ധിച്ച് പ്രമേയം അവതരിപ്പിച്ചതായും ലഹരിയുടെ ഉപയോഗം കുറയ്ക്കാൻ കർമ്മപദ്ധതികൾ ആവിഷ്കരിച്ച് മുമ്പോട്ടു പോകുമെന്നും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വ്യക്തമാക്കി. പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ അണിനിരക്കാൻ കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഭരണസമിതി സ്ഥിരം സമിതി അധ്യക്ഷൻ ബിജു വള്ളംപുരയിടം അവതാരകനായും പഞ്ചായത്ത് അംഗം CK ജിതിൻ അനുവാദകനായും ആദ്യ പഞ്ചായത്ത് കമ്മിറ്റിയിൽ തന്നെ പ്രമേയം അവതരിപ്പിച്ചത്. ഈ പ്രമേയത്തിന്മേൽ പഞ്ചായത്ത് പരിധിയിൽ ലഹരിയുടെ ഉപയോഗം കുറയ്ക്കാൻ വിവിധ കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് മുമ്പോട്ടു പോകുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK പ്രസാദ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി ആദ്യ യോഗം ഇന്നലെയായിരുന്നു. ഞങ്ങൾ ഏറ്റവും ആദ്യത്തെ അജണ്ടയിൽ ഉൾപ്പെടുത്തിയത് കൊന്നത്തടി പഞ്ചായത്തിൽ വ്യാപകമായിരിക്കുന്ന മദ്യത്തിനും മയക്കുമരുന്നിനെതിരെയുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അതായത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഒരു വ്യാപനം കുറയ്ക്കുന്നതിനും കുറ്റകൃത്യങ്ങളിൽ നിന്നും യുവാക്കളെയും യുവതികളെയും മുക്തരാക്കുന്നതിനും അതുപോലെ തന്നെ 13 വാർഡുകളിൽ വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ 19 വാർഡുകളിൽ ഉള്ള മെമ്പർമാരുടെ നേതൃത്വത്തിൽ ജനകീയ സമിതികൾ, അതായത് എല്ലാ സംഘടനകളെയും, വലിയ അമ്പലങ്ങൾ, SBT ക്ലബ്ബുകൾ, വായനശാലകൾ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി എക്സൈസ് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സഹകരണത്തോടുകൂടി ഒരു ബോധവൽക്കരണ ക്ലാസ്സുകളും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു പ്രവർത്തനം കുറയ്ക്കുന്നതിനൊരു ഇതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ സാമുദായിക സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ, സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ, പോലീസ്, എക്സൈസ്, ക്ലബ്ബുകൾ, വായനശാല എന്നിവരുടെ സഹകരണത്തോടെ കമ്മിറ്റികൾ രൂപീകരിച്ച പഞ്ചായത്ത് പരിധിയിൽ ബോധവൽക്കരണം നടത്തും. യുവതിയുവാക്കളെ കായിക വിനോദങ്ങൾ, വ്യായാമം എന്നിവയിൽ കൂടുതൽ പങ്കാളികളാക്കാൻ ശ്രമം നടത്തും. ലഹരിക്ക് അടിമപ്പെട്ടവർക്ക് കൗൺസിലിംഗ്, ചികിത്സ ഉൾപ്പെടെ പുനരധിവാസം ഉറപ്പാക്കണമെന്നും പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചു. ഈ പദ്ധതികൾ നടപ്പിലാക്കുവാൻ 2026-27 സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി DPCക്ക് പദ്ധതി സമർപ്പിക്കുമെന്നും ഭരണസമിതി അംഗങ്ങൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് CK പ്രസാദ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോബി പേടിക്കാട്ടുകുന്നേൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു വള്ളംപുരയിടം, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേഴ്സി ജോസ്, പഞ്ചായത്ത് അംഗം ജിതിൻ CK എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, കൊന്നത്തടി.